ഗൈസ്, അപ്പൊ ഞങ്ങള് ഇപ്പൊ ഉള്ളത് മദീന റോവയ്ക്ക് എത്തുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ആദ്യമായി പലായനം ചെയ്തപ്പോൾ നബിന്റെ അസ്വാക്ക് എന്ന കുതിര മുട്ടുകുത്തിയ സ്ഥലമുണ്ട്. മസ്ജിദുൽ ഖുബ. ആദ്യത്തെ ഒരു തരിശു ഭൂമിനി അറിയപ്പെടുന്നു ഈത്തപ്പഴത്തിന്റെ. ഇപ്പൊ അത് ഇങ്ങനെ ഒട്ടകം മുട്ടുകുത്തിയപ്പോ അവിടെ ഒരു പള്ളി വേണമെന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെ നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇവിടെ മസ്ജിദുൽ ഖുബ. ഇതിന്റെ ചരിത്രം കാര്യങ്ങളും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം. നമ്മള് ഫുള്ള് ചരിത്രമൊന്നും പറഞ്ഞ് നമ്മളെ വീഡിയോസ് നീട്ടി പരത്തി പോകണില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കാണിച്ചു. അതേ ഒരു കിണറുണ്ട് നബി ഇരുന്നീന്. ഇപ്പൊ മൂടപ്പെട്ടണെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കാണിച്ചുതരാം. ഭയങ്കര തിരക്കാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. റമദാൻ പ്രമാണിച്ച് ഭയങ്കര തിരക്കാണ്. അപ്പൊ ഇതാണ് മസ്ജിദുൽ ഖുബ എന്നറിയപ്പെടുന്ന നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയിരുന്ന സ്ഥലം. അങ്ങനെ ഇവിടെ പള്ളി കാണാൻ വന്ന് പള്ളി നിർമ്മിച്ചതാണ്. ഈത്തപ്പഴം ഉണക്കാനിട്ടിരുന്ന അങ്ങനെ തരിശ് ഭൂമിയായിരുന്നു ഒരു വ്യക്തിയുടെ. അങ്ങനെ ഇവിടെ ഇപ്പോ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇതിനിപ്പോ ഇപ്പത്തെ കുറെ സന്ദർശകരും ഇതൊക്കെ ആയിട്ട് ഇപ്പം കുറെ വിപുലീകരിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു. അപ്പം എന്താണ് ഓരോരോ പല രാജ്യങ്ങളിൽ നിന്നും പല ആളുകളായിട്ട് ഇതെവിടെയാണ് ഫിലിപ്പൈനോ ആൾക്കാര്. ഒരുപാട് ജനങ്ങളാണ്, ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ നമുക്കിനി പള്ളിന്റെ ഉൾഭാഗങ്ങളൊക്കെ കാണാം. ഈത്തപ്പഴത്തിനത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കുണ്ട്. ഇവിടെ കച്ചവടക്കാരുണ്ട്. അജ്വ ആണ് ഈത്തപ്പഴത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈത്തപ്പഴം എന്നറിയപ്പെടുന്നത്. ഇവിടെ വരുന്നവർക്ക് ചെരുപ്പ് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് ഇവിടെ അയച്ചു വെക്കാൻ പറ്റും. പള്ളിയിലേക്ക് ഒരുപാട് ചെരുപ്പ് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം വുളൂ ചെയ്യാൻ പോകും. ഇവിടെ ഇലായി കഴിഞ്ഞാൽ കുടഞ്ഞു വരും. അതിലേറെ കാണാൻ ഭംഗിയുണ്ട്. പേനൊക്കെ വെച്ച് പള്ളി അവിടുന്ന് കാണുന്ന പോലെ ഈ സൈഡിലൊന്നും വലിയൊരു പള്ളി. വിശാലമാക്കപ്പെട്ട പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പലവട്ടം സുന്നത്ത് നിസ്കരിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എടുത്തിട്ട് പള്ളിന്റെ ഉൾഭാഗത്ത് കാണിച്ചു.
രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചാല് ഉംറ ചെയ്ത കൂലി ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ് ഇവിടെയാണ് കിണറുള്ളത്. കിണറിന്റെ ഭാഗത്തേക്കാണ് കിണർ എവിടെ ഇതാണ് ഇവിടെ കിണറ്. കിണർ മൂടപ്പെട്ടിട്ടുണ്ട്. جاء سيدنا ابو بكر يدور على سيدنا الرسول صلى الله عليه وسلم فاستأذن. دخل ابو موسى الاشعري على الرسول صلى الله عليه وسلم قال يا رسول الله ابو بكر بالباب يستأذن. قال له ادخله وبشره بالجنه. دخل سيدنا ابو بكر رضي الله عنه وارضاه جلس على يمين الرسول صلى الله عليه وسلم. شويه كان سيدنا عمر بن الخطاب يدور عليهم، يدور على الرسول. دائما يتفقدون الرسول صلى الله عليه وسلم، دائما يتفقدوا الصحابه. فجاء استاذن قال يا رسول الله عمر بن الخطاب يستاذن بالباب. قال له اذن له بالدخول وبشره بالجنه. جاء دخل قعد على يسار الرسول صلى الله عليه وسلم. سيدنا ابو بكر على اليمين، الرسول صلى الله عليه وسلم قاعد هين، وعمر بن الخطاب على اليسار. شويه جاء عثمان بن عفان رضي الله عنه الله استاذن بالدخول. قال يا رسول الله عثمان بن عفان بالباب. قال له اذن له بالدخول وبشره بالجنه على مصيبه تصيبه. فدخل سيدنا عثمان ما كان قاعد قدامه، قاعد قدامه. فالرسول صلى الله عليه وسلم كان مكشف رجليه. دخل سيدنا ابو بكر ما غطى رجليه. دخل سيدنا عمر ما غطى رجليه. من دخل سيدنا عثمان غطاها رجليه. فنعرف الصحابه يعني لازم يستفسروا. يقول يا رسول الله دخل ابو بكر سيدنا ابو بكر ما غطى رجليه وما غطى رجليه، وعمر كذلك. من دخل عثمان غطيت رجليه. قال الا استحي من الرجل يستحي من الملائكه. سيدنا عمر رضي الله عنهم وارضاهم. سيدنا عثمان بن عفان كان عنده خاتم مال النبي صلى الله عليه وسلم. مو خاتم النبوة، خاتم النبوة خاتم النبي صلى الله عليه وسلم. وكان عنده فترة خلافة سيدنا أبو بكر كان خاتم من سيدنا أبو بكر وسيدنا عمر وسيدنا عثمان. وسيدنا عثمان قاعد يتوضا بالبيت هذا وقع من عنده الخاتم. قاعد يتوضا وقع من عنده الخاتم. جاب الخدم مالته والعمال دوروا على الخاتم بالبيت، قالوا نشور البيت. ايه خاتم الرسول صلى الله عليه وسلم. وكان يعني غرض عزيز جدا. نشفوا البيت 3 مرات ما لقوا الخاتم. قالوا مدفنين قالوا ليش؟ قالوا ما راح كل ما يجي واحد راح يقوم يدور على الخاتم، فحتى راح يدور بعد على الخاتم. سمي هذا بئر الخاتم، بس يسمون بئر أنيس وبئر الخاتم. هاي قصة هذا البئر. اخوان هذا المصلى مال الرجال، ورا المصلى مال النساء. راح نروح عندنا مجال ربع الى ثلث ساعه. المواضي جد الصوت من هذا الباب تطلع من ذاك الباب الثاني على الحمام. അപ്പൊ അവിടുത്തെ കിണറിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നബി സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ കിണറിന്റെ ഒരു ഭാഗത്തിരിക്കും, വലതുവശത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കും, ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കും, സെൻട്രലായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കും. അങ്ങനെ അവര് നബി സ്വർഗത്തെ കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ച സ്ഥലവും ആണ്. അങ്ങനെയാണ് അതിൽ പറയപ്പെടുന്നത്. അവിടെ ആ എഴുത്തുള്ള ഒരു പോസ്റ്റ് ഞാൻ അവിടെ ഇടാം. പിന്നെ നബിന്റെ കയ്യില് നബിന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇത് കഴിഞ്ഞാല് ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് അതിലേക്ക് വീണു എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് മൂടിയതാണോ ഇതൊന്നും കറക്റ്റ് അറിയില്ല. നമ്മളവിടെ എഴുതിച്ചുള്ള ഒരു ഇതും അയാൾ പറഞ്ഞതും വെച്ച് പറഞ്ഞാന്ന് നിങ്ങള് യൂട്യൂബിലോ എവിടെയെങ്കിലും അടിച്ചിട്ട് ചരിത്രങ്ങൾ മനസ്സിലാക്കാം. ഞാനും മനസ്സിലാക്കട്ടെ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പറയാം അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളുണ്ട്. ഇവിടെ ഈത്തപ്പഴ കൊണ്ട് ഉള്ള ഒരു സ്ഥലമായിരുന്നല്ലോ. അപ്പൊ ഈത്തപ്പഴം തന്നെ ഇവിടെ കുറെ ഉണ്ട്.
മദീന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു മദീന പോകുന്ന ഈത്തപ്പഴം കൊണ്ടുവരണം, അജുവ കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം ഇവിടെ. അപ്പം ആ കിണറ്റിലെ വെള്ളം അതേപോലെ നബി തുപ്പല് ആക്കിയിട്ടുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വെള്ളം പാടയെന്ന് പറയുന്നത്. അപ്പൊ അത് മൂടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ഷോപ്പ് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ ജമാനി കോർണർ ഫോർ അറേബ്യൻ ആൻഡ് ഡേറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഈത്തപ്പഴത്തിന്റെ പല വിഭവങ്ങളും ഉണ്ട് ഇവിടെ. നോമ്പായത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് വെക്കാനും പാടെ കഴിയും. അജുവ അത് ഗൈസ് എനിക്കറിയുന്നതും ഞാനിങ്ങനെ കുറച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വിശദമായിട്ട് നിങ്ങള് നോക്കി പഠിക്കുക, എന്നെ പൊങ്കാലിടാൻ വരില്ല. അറിയുന്നത് മാത്രമേ അറിയുന്നു. പിന്നെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറെ വിശദമായിട്ട് കുറെ വ്ളോഗർമാർ ചെയ്തതൊക്കെ ഉണ്ടല്ലോ, വെച്ചിട്ട് ഉസ്താദുമാർ ചെയ്തത്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടോളി. ഞാൻ സ്ഥലങ്ങൾ ഞാൻ മൊത്തം കാണിച്ചു തരും. അതാണ് എൻ്റെ മെയിൻ വ്ളോഗ്. സ്ഥലങ്ങൾ നമ്മളെല്ലാം ശരിക്കും കാണിച്ചു തരും. من ثنيات الوداع وجب الشكر علينا وتعالى يا حبيب سلام عليك صلوات الله عليك